ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നാണ് നമ്മുടെ കൊടിയേറ്റം. ഇന്ന് ഞാൻ ലീവാണ്. കൊടിയേറ്റം ആയതുകൊണ്ടല്ല, കൊല്ലത്ത് പലചരക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകണം. നിലുവും കുക്കുവും കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. അവിടെ അമ്മയും ബബിയാൻ്റെയും പിന്നെ ആരൊക്കെയൊക്കെ കൂടിയിട്ട് പറമ്പ് മുഴുവൻ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. വൈകുന്നേരം കൊടിയേറ്റമല്ലേ, അപ്പോൾ ഇപ്പോൾ തൂത്ത് കഴിഞ്ഞാലേ എല്ലാം നടക്കത്തുള്ളൂ. ലുവിക്കുട്ടന് മെഡിക്കലുണ്ട് കേട്ടോ. ഇന്ന് 15-നോടടുപ്പിച്ച് അവന് ഷിപ്പിൽ തിരിച്ച് കയറേണ്ടി വരും. അപ്പോൾ കൊച്ചുപ്പയും ലുവിക്കുട്ടനും കൂടെ എറണാകുളത്ത് മെഡിക്കലിന് പോവുകയാണ്. സ്നേഹവിരുന്ന് 5000 പേർക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു 5500 പേർക്കൊക്കെ വിളമ്പാൻ കാണും. രാവിലെ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് 12-12:30 വിളമ്പി തുടങ്ങുന്നത്. പിന്നെ ഒരു 8 മണി വരെ വിളമ്പും. 7:30-8 മണി വരെ വിളമ്പും. ഈ ചോറാണ് നമ്മൾ ഈ 6 മാസമായ കുട്ടികൾക്കൊക്കെ ചോറൂണ് നടത്തില്ലേ, അതുപോലെ 6 മാസമായ കുട്ടികളെയൊക്കെ കൊണ്ടുവരും. അച്ഛൻ ആദ്യം അവർക്ക് ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ചോറ് വിളമ്പി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. ആര് വന്നാലും ചോറ് കൊടുക്കും. കെറ്റിൽ ഞാനും ലുവിക്കുട്ടനും കൂടി ഇന്നലെ ഒട്ടിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് ഇന്നലെ ലിലിയംസിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്നും സ്റ്റെറിലൈസേഷനും കാപ്പിയും ഒക്കെ ഗ്യാസിൽ തന്നെയാണ്. കുക്കു സാറിന് ഇന്ന് EVS ആണ് എക്സാം. ഇന്നലെ ഞങ്ങൾ ഒരുപാട് പഠിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും രാവിലെ എല്ലാം ഒന്ന് എഴുതി നോക്കാനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തതാണ്. നിലുവിന് കാല് ചൊറിഞ്ഞപ്പോൾ കുക്കു സാർ ഓടി വന്ന് ചൊറിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ അതൊക്കെ കണ്ടത്. ഇതൊക്കെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് വലിയ വലിയ ഗുണങ്ങളാണ് ഇതൊക്കെ. ഇവന്മാർ വലുതാവുമ്പോൾ എനിക്കിതൊക്കെ കാണിച്ചു കൊടുക്കാം. രണ്ടും കൂടെ ഒടുക്ക തടിയും ജീൻസിൻ്റെ പേരും പറഞ്ഞോ ബെൽറ്റിൻ്റെ പേരും പറഞ്ഞോ ഒക്കെ അടിപിടി കൂടുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. സ്നേഹവിരുന്നിനുള്ള പച്ചക്കറികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിസിജി എക്കോ സ്പോർട്സ് ആണ്. നമ്മുടെ സിസിജി ബൈ ദ വൈ കുറച്ച് പേര് അലൻ്റെ ജോബ് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു FBയിൽ. സിസിജി എക്കോ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു കയാക്കിംഗ് സെൻ്ററാണ്. അത് ജെൻ ചേച്ചിയുടെ ഹസ്ബൻഡ് അലൻ്റെ അളിയനാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഹീ ഈസ് വർക്കിംഗ് എബ്രോഡ്. അപ്പോൾ അത് അലനാണ് ടേക്ക് കെയർ ചെയ്യുന്നതും അവിടുത്തെ സീനിയർ ഗൈഡൊക്കെ അലനാണ്. കയാക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പ്ലസ് പിന്നെ ബോട്ടിങ്ങും ഉണ്ട്. മാംഗ്രോവ്സിലേക്ക് ബോട്ടിംഗ് ട്രിപ്സും ഉണ്ട്. ആലന് ബോട്ടിൻ്റെ ലൈസൻസൊക്കെ ഉണ്ട്. അതാണ് ആലൻ്റെ ഇപ്പോഴത്തെ ജോലി. ഫാമിലി ബിസിനസ്. ഇത് ഇന്നലെ വെച്ച പരിപ്പ് കറിയാണ് കേട്ടോ. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടും പിന്നെയും ഒത്തിരി പരിപ്പ് കറി ഉണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് കാണുമെന്ന് ഞാൻ എപ്പോഴും പറയില്ല എന്ത് കറി വെച്ചാലും. അപ്പോൾ ഇന്ന് രാവിലെ അതേ സാധനം കൊടുത്താൽ പെട്ടെന്ന് തിരിച്ചറിയുമെന്ന് വെച്ച് ഇച്ചിരി കളറൊക്കെ മാറ്റാമെന്ന് കരുതി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൊണ്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. അവൻ്റെ സർവീസിന് 48 hours വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നൊന്നുകൂടി ഒന്ന് വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹവിരുന്നിനുള്ള പച്ചക്കറികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ അരിയും ചാക്കോടെ അരി ഓരോരുത്തർ കൊണ്ടുവന്ന് തരും നമുക്ക്. അപ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 10 ചാക്കരിയുടെ ചോറ് വയ്ക്കും. 10 ചാക്കരി ആയിട്ടില്ല, അതിങ്ങനെ കൊണ്ടുവരും. പിന്നെ വാങ്ങാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അരപ്പ് സാധനങ്ങളൊക്കെയാണ്. അവിയലും സാമ്പാറും അച്ചാറും രസം ഇതൊക്കെയാണ് നമ്മുടെ മെനു. വെജിറ്റബിൾസാണ്, വെജ് മീൽസാണ്. അപ്പോൾ ഇതിനുള്ള അരപ്പ് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. പ്ലസ് പേപ്പർ പ്ലേറ്റ്, ഗ്ലാസ്. പിന്നെ നമുക്ക് സാറ്റർഡേ പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അതിന് താലപ്പൊലി എടുക്കാനുള്ള ഐറ്റംസ്, തിരി, പിന്നെ തിരി പിടിക്കുന്ന കുട്ടികൾക്ക് തലയിൽ വെക്കാനുള്ള ക്രൗണ്, അങ്ങനെയൊക്കെ. ഇതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പരിപ്പ് കറിയാണ്. അതൊക്കെ ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഞാൻ ഉച്ചക്കത്തേക്ക് വെജിറ്റബിളിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക അവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ കറി ഇന്നലത്തേത് രാവിലെ തന്നെ ചൂടാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഫിഷ് ഫ്രൈ പിന്നെ സമയമാകുമ്പോഴേക്കും അമ്മ പൊരിക്കട്ടെ എന്ന് ഞാൻ കരുതി. എപ്പോഴും നമ്മൾ തണുപ്പ് ഫ്രൈ അല്ലേ കഴിക്കുന്നത്. അവനിൽ വെച്ച് ഞാനുണ്ടെങ്കിലേ ചൂടാക്കി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു മടിയനാണ്, ചൂടാക്കി എടുക്കത്തില്ല, ആ തണുപ്പോടെ കഴിക്കും. അപ്പോൾ ഇന്ന് ചൂടോടെ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മീനെടുത്തിപ്പോൾ പൊരിക്കുന്നില്ല. അരി ഗ്യാസിലേക്ക് വെച്ചു. മീൻകറിയുണ്ട്. വെണ്ടയ്ക്ക ഇനിയൊന്ന് ചെയ്തെടുക്കാം. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കടുകിട്ട് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഒരു പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കായുടെ ഈ ജൊല്ലെന്നാണ് ഞാനതിന് പറയുന്ന മെഴുക്ക് പോലത്തത് കളയാനായിട്ട് ഞാനിതിന് കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് വെണ്ടയ്ക്ക എല്ലാം കൂടെ തട്ടിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തീ അങ്ങ് ഹൈ ഫ്ലെയിമിലാക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡിൽ, കടായുടെ സൈഡിലൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. ഹൈ ഫ്ലെയിമിൽ ഇളക്കിയാൽ പെട്ടെന്ന് അതങ്ങ് മാറിക്കിട്ടും. ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിരുന്ന് പതുക്കെ മാറ്റാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ, ഈ ചൈനീസുകാരൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുന്ന അത്രയും ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചക്കാന്ന് പറഞ്ഞ് ഇളക്കിയാൽ മതി. അതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതിങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് ആ വഴുവഴുപ്പൊക്കെ അങ്ങ് പോകും. എന്നിട്ട് അതിലേക്ക് ഞാൻ പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. മുളക് പൊടി ഇടുന്നില്ല.
ഇനി ഒരു ക്രിസ്പി ടേസ്റ്റിൽ ഇത് നമുക്ക് കിട്ടും. ഇനി ഒരു ഇത്തിരി നേരം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നിരിക്കണം. അടച്ച് വെക്കരുത്. അടച്ച് വെച്ചിരുന്നാൽ വീണ്ടും അത് വെള്ളം പിടിച്ചിട്ട് ഒരു കുറച്ചുകൂടെ വേറൊരു പരുവത്തിലായിപ്പോവും. അത് ഇത്തിരി ഡ്രൈ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കുക്കു സാറിന് പിന്നെ 3 നേരവും ചപ്പാത്തിയിൽ നെയ്യും ഷുഗറും തേച്ച് കൊടുക്കാമെങ്കിൽ അവനത് കഴിച്ചോളും. ഇത് ഡാരിലാണ് കേട്ടോ ഈ ഒരു ട്രെൻഡ് ഈ വീട്ടിൽ കൊണ്ടുവന്നത്. നെയ്യും ഷുഗറും തേച്ച് ചപ്പാത്തി കഴിക്കുന്ന ആൾ ഇവിടെ ഡാരിലാണ്. അവൻ ഒരുപാട് ചപ്പാത്തി കഴിക്കും നെയ്യും ഷുഗറും തേച്ച് കൊടുത്താൽ. അത് കണ്ട് ഇപ്പോൾ കുക്കു സാറും അങ്ങനെ തന്നെയാണ്. ഒരു തവണ ഞാനും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ചൂട് പൊറോട്ട തിന്നുന്ന ടേസ്റ്റ് കിട്ടും നെയ്യും ഷുഗറും ഒക്കെ ഇട്ട് തിന്നുമ്പോഴത്തേക്ക്. അങ്ങനെ കുക്കു സാറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ റെഡി ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഓരോ പ്രാവശ്യം അവനെ കൊണ്ട് ഓരോ ബൈറ്റ് ചപ്പാത്തി എടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സ്നാക്സൊക്കെ എടുത്ത് വെച്ചു. എപ്പോഴത്തെയും പോലെ കുറച്ച് ബിസ്ക്കറ്റ്സും വേഫേഴ്സും. അത് കഴിഞ്ഞ് കുക്കുവിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഞാനില്ലാത്തതുകൊണ്ട് ഇന്ന് ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു എക്സാം എഴുതി തീരുമ്പോഴേ ഞാനടുത്ത് പറഞ്ഞാൽ മതി, അപ്പം അമ്മ അലപ്പപ്പേനെ വിടാം, പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പിന്നെ നാളെ സാറ്റർഡേ ആയതിൻ്റെ സന്തോഷവും ഉണ്ട് ആൾക്ക്. കുക്കു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരെണ്ണത്തിനെ കാണുന്നില്ല. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അമ്മയുണ്ട് കേട്ടോ അവിടെ അപ്പുറത്ത്. ഈ സ്റ്റേജ് ഒന്ന് ലെവലായി പ്ലാറ്റ്ഫോമൊക്കെ ആയേ പിന്നെ ആദ്യം ഇതിൻ്റെ മേളിലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിയിലിരുന്ന് കളിക്കാനാണ് അവനിഷ്ടം. അങ്ങനെ വേറെ കമ്പനിയൊന്നും വേണമെന്നില്ല. ഒറ്റയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിരുന്നു കളിച്ചോളും. എനിക്കിവനീ തൂങ്ങുന്ന കാണുമ്പോൾ പുരുഷനിപ്പോൾ യുദ്ധമൊന്നും ഇല്ലേന്നുള്ള ആ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ബബി ആൻറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ബബി ആൻറ്റി ബസ്സിൽ കയറി പോകാനായിട്ട് വന്നതാണ്. പാവം 4 മണിക്ക് എണീറ്റതാണ്. വീണതല്ല കേട്ടോ, ഷിബുവിനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചത്. ഇത് ഞങ്ങളുടെ ഷിബു. ബാക്കിയുള്ളവരെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പരിചയപ്പെടുത്താം. ഇവിടെ രാവിലെ തൂക്കാനൊക്കെ ആയിട്ടേ ബബി ആൻറ്റി നേരത്തെ എണീറ്റ് വന്ന് എല്ലാ പരിപാടിയൊക്കെ തീർത്തിട്ട് തൂത്തേച്ചൊക്കെ പോയി റെഡിയായിട്ട് വന്നതാണ്. പിന്നെ ഈ ബബി ആൻറ്റി പോകുന്നത് വരെ ഇവനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ബബി ആൻറ്റി അടിച്ചിരിക്കുന്ന സ്പ്രേ വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി കയ്യിൽ കൊണ്ടുവന്ന് അത്രൻ്റെ ഒരു ചെറിയ കുപ്പി എടുത്ത് കയ്യിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഓരോ പ്രാവശ്യം ആരെങ്കിലും കൊണ്ടുവന്ന് മണപ്പിച്ചിട്ട് തിരിച്ച് ചെല്ലും വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട്, വീണ്ടും മണപ്പിക്കാൻ. അങ്ങനെ അവർ പറമ്പൊക്കെ തൂത്ത് ആ വേസ്റ്റാണ് കേട്ടോ ഇവിടെ കത്തിക്കുന്നത്. അതിൽ പ്ലാസ്റ്റിക് ഒന്നുമില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ. ഇലകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പേപ്പറും അതൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ തൂത്തുകൂട്ടി കടപ്പുറത്ത് കത്തിക്കുകയാണ്. പിന്നെ ഈ വിറകൊക്കെ കടപ്പുറത്ത് നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഈ ഓലമടലൊക്കെ ഒടിഞ്ഞ് വീഴുമ്പോൾ ചിലർ കൊണ്ടിടും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെയിലത്ത് അതിങ്ങ് ഉണങ്ങി കിട്ടും. പിന്നെ ആർക്കെങ്കിലും തീ കത്തിക്കാനായിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നല്ല വെയിലല്ലേ. ഇവിടെ കുരിശടിയുടെ പണികളൊക്കെ ഏതാണ്ട് ഇവിടെ പന്തലില്ലാത്തതുകൊണ്ട് ചെറിയൊരു റേന്തയൊക്കെ പോലെ അവിടെയൊക്കെ ഫ്രില്ലൊക്കെ വെച്ച് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ബബി ആൻറ്റിയുടെ ബസ് വന്നു. പിയാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന യേശുവിനെ മാതാവ് മടിയിൽ കിടത്തിയിട്ടുള്ള രൂപത്തിനാണ് ഞങ്ങൾ പിയാത്ത എന്ന് പറയുന്നത്. പിയാത്ത ബസ്സിൽ കയറി ബബി ആൻറ്റി പോയി. പിന്നെ നിലുവിൻ്റെ ബഹളം മാറ്റാനായിട്ട് ബസ്സിൽ കയറി ബബി ആൻറ്റി പോയതിൻ്റെ ബഹളം മാറ്റാനായിട്ട് ഞാനും ഇജോപ്പിയും കൂടെ, ഇജോ ബബി ആൻറ്റിയുടെ 2ാമത്തെ മോനാണ്, എബി ആദ്യത്തെ മോൻ, ഞങ്ങൾ അവനെയും കൊണ്ട് കടപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇന്നലെ കുക്കു സാറിനെയും കൊണ്ട് പോയില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് അന്നേരം ഒരു മനസാക്ഷി കുത്തുണ്ടായിരുന്നു. കുക്കുവിനേക്കാളും ഇവിടെ വന്നിരുന്ന് മണ്ണ് വാരാനൊക്കെ ഇഷ്ടം നിലൂനാണ്. അവൻ്റെ ഈ ഫസ്റ്റ് സ്റ്റെപ്സ് പോലും, അതായത് നടന്ന് തുടങ്ങുമ്പോൾ പോലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് കുറേ നടത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നല്ല ബാലൻസ് ആവും. ആ ബാലൻസാണ് ഈ തെറിച്ച് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ തിരിച്ച് കയറത്തില്ല. ഈ ജോബിനെയും നിലൂനെയും കൂടെ ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കൊരു ബോട്ട് പോന്നു. പിന്നെ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നിടത്ത് ചുമ്മാ നിങ്ങൾ ഈ സ്ഥലം കുരിശുമൂട് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് മൊത്തം ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അതായത് നമ്മുടെ വീട്, കുരിശടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കെട്ടിടം മൂടാണ്, പിന്നെ കാക്കത്തോപ്പ്. അത് കഴിഞ്ഞ് വന്ന് ഒരു ചപ്പാത്തി ഞാൻ കഴിച്ചോളൂ. പെട്ടെന്ന് കഴിച്ചിട്ട് പോയി മാതാവിനെ ഒന്ന് കണ്ടിട്ടൊക്കെ വന്നു. ഇജോപ്പി പറഞ്ഞു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേച്ചി പോയി നോക്കിയായിരുന്നു. കേട്ടനൊക്കെ മാറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയിട്ട് വന്നു. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ കൊല്ലത്തേക്ക് പോരുന്നു. ഇത് കൊല്ലം ചിന്നക്കടയിലെ ചന്തയുടെ ഇൻസൈഡാണ് കേട്ടോ. ഒത്തിരി ഷോപ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പലചരക്ക് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് വേറെ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഈ പാചകക്കാർക്ക് കൊടുക്കാനായിട്ട് പനമ്പ വേണം. ചോറ് നമ്മൾ സ്റ്റേജിൽ പനമ്പ ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ വാഴയില ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഓരോ കൊട്ട ചോറും വാർത്ത് ഇടുന്നത്. പത്തച്ചാക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രദക്ഷിണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. താലപ്പൊലി എടുക്കാനായിട്ടുള്ള പ്ലേറ്റ്സ്, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ, കുരിശടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ക്യാൻഡിൽസ്, കപ്പ് ക്യാൻഡിൽസ്, അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ പോയി തേങ്ങ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഈ വഴി വന്നത്. കാരണം കൊല്ലത്ത് പോയി ഇറച്ചി മേടിച്ചു എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് അവൻ ഇറച്ചി മേടിക്കുന്നത്. പിന്നെ സ്റ്റേജിലിടാനായിട്ടുള്ള ചോറിടാനായിട്ടുള്ള വാഴയില കുറച്ച് മേടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ബില്ലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പോഴേക്ക് 2:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി മേടിച്ച് കഴിച്ചു.
അത് കഴിഞ്ഞിട്ട് വന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ അവരകത്ത് കയറിയപ്പോൾ ഞാൻ ആദ്യത്തെ കടയിലെ തിണ്ണയിൽ ഇരിപ്പായി. എനിക്ക് അത്രയ്ക്ക് കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സാധനം ഞങ്ങൾ കൊണ്ടുവന്നു, കുറച്ച് അവർ വണ്ടിയിൽ കയറ്റി അയക്കും. കൊടികയറ്റം ഇപ്പോൾ തുടങ്ങും. ആ ഒരു ബാൻഡ് മേളത്തോടു കൂടി അവിടെ പ്രാർത്ഥനയും ഇതൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കൊടി കയറ്റിയിട്ടാണ് പൂജ വരുന്നത്. ഇന്നൊരു ഹോളി മാസം ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ റൊമാരിയോ അച്ഛൻ. ബെൻസൺ അച്ഛനാണ് കൊടി ഉയർത്തുന്നത്. ഇത് റൊമാരിയോ അച്ഛൻ. ബെൻസൺ അച്ഛൻ അകത്തുണ്ട്. ഇപ്പോൾ കൊടി ഉയർത്താനായിട്ട് പുറത്തേക്ക് വരും. കൊടി നിങ്ങളെ നല്ലപോലെ കാണിക്കാൻ, കൊടി ഉയർത്തൽ നിങ്ങളെ നല്ലപോലെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങ് മാറി ഈ ചേട്ടന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇരുന്ന നല്ല വ്യൂവിൽ നിങ്ങളെല്ലാം കാണിച്ചു തരാമല്ലോ. ഇനിയിപ്പോൾ ബാൻഡ് മേളവും പാട്ടും കൊടിയുയർത്തലും പടക്കവും ഒക്കെ തുടങ്ങും. കൊടി കയറുമ്പോൾ ഒരു പ്രാവശ്യം പടക്കം പൊട്ടും, പൂജ തീരുമ്പോൾ വീണ്ടും പടക്കം പൊട്ടും. പൂജ കഴിഞ്ഞിട്ട് ആ കിരീടം വെച്ച് കൊണ്ടുപോയത് ഇത്തവണത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തിയാണ്. വീട് വരെ ഈ 3 ദിവസവും പ്രസിദ്ധേന്തിനെ അങ്ങനെയാണ് കൊണ്ടാക്കുന്നത്. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് ഇവിടെ ഡാഡ വന്നിട്ടുണ്ടായിരുന്നു. ആലനും ഡാഡയ്ക്ക് ഞാൻ ഓരോ ചായ എടുത്തു. രാവിലെ ഈ ഡ്രസ്സിൽ കയറിയതാണ്, ഇതുവരെ മാറ്റാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഗേറ്റ് അഴിച്ചത് അബദ്ധമായി പോയല്ലോ എന്നും പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. 2-3 ദിവസം മഴ വന്നുകൊണ്ട് പണി നടന്നില്ല. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ നടക്കും, അവർക്കും പെരുന്നാൾ കൂടണ്ടേ. പിന്നെ ഞാനൊരു കുളിയൊക്കെ കുളിച്ച് ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് കുടിച്ച് പിന്നെ തലവേദനയുടെ ഒരു ഗുളിക കഴിച്ചു. ഇന്ന് അത്രയും വെയിലത്ത് നടന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് തലവേദന വരുമെന്ന്. അത് കഴിഞ്ഞ് കുരിശടിയിലേക്ക് വന്നപ്പോൾ പാവം ഇവരാരും ചേഞ്ച് ചെയ്തതുപോലുമില്ല. നേരെ വന്ന് വീണ്ടും നൊവേനയും കൊടിയേറ്റവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇജോപ്പിയാണ് കേട്ടോ ഏണിക്കകത്ത് കയറി മേലെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത്. ഇത് സച്ചുകുട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട്, സേറമോളുടെ ചേട്ടനാണ് സച്ചുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും വീഡിയോയിൽ എന്നെ കാണത്തില്ല, അതുകൊണ്ട് ഇനി ഞാനും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന പോലെ ഇരിക്കട്ടെ എന്ന്. സത്യത്തിൽ തലവേദന ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാറുന്നത്. പിന്നെ ഇവർ തന്നെ ധാരാളം ഇവിടുത്തെ പുലികളാണ് ഈ നിൽക്കുന്നതൊക്കെ, നമ്മുടെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് സേറമോളിലൊരു ചെറിയ ക്ലിപ്പും കൂടെ ഉണ്ട്, അത് സച്ചു ചെയ്യിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ ഒത്തിരി രാത്രിയായി കേട്ടോ. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പാത്രങ്ങളൊക്കെ ഇറക്കാനായിട്ട് ഉണ്ണീഷോ കാറ്റേഴ്സ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പെരുന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ചേട്ടനെയാണ് ഏൽപ്പിക്കുന്നത്. മാതാവിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ണീഷോ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇവിടെ ഏകദേശം വൈൻഡപ്പായി. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. പാത്രങ്ങളൊക്കെ ഇറക്കി വെച്ചു. ഇവരിപ്പോൾ പോവും. സ്റ്റേജിൻ്റെ ലൈറ്റൊക്കെ തൽക്കാലത്തേക്ക് അണച്ചിട്ടുണ്ട്. നമുക്ക് ഈ മൈക്ക് സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, 10 മണിക്ക് ശേഷം നമുക്ക് അധികം ഒന്നും ഒച്ച ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കമ്മിറ്റി ഓഫീസൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നാളത്തെ പ്രദക്ഷിണത്തിന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒന്ന് ലൈക്കും ചെയ്തേക്കണേ.